കുഞ്ഞിമംഗലത്ത് ചേണേരി വീട്ടിൽ കുഞ്ഞമ്പു നായർ തൻ്റെ പാടത്ത് കൃഷി നടത്താൻ തിരുവാർക്കാട്ടുകാവിൽ നിന്ന് കൊണ്ടുവന്ന അടിയാന്മാരായ വള്ളിക്കുടി ചിരുവന്തിക്കും മണിയൻ കാഞ്ഞാനും പിറന്ന പുത്രനായിരുന്നു കാരി. ചെമ്പിടാൻ കുരുക്കളുടെ കീഴിൽ അക്ഷരവിദ്യ പഠിച്ച കാരിക്ക് കളരിവിദ്യ പഠിക്കാൻ ആഗ്രഹമുണ്ടായി. എന്നാൽ ഒരു പുലയന് കളരിവിദ്യ പഠിക്കാൻ അന്ന് അനുവാദമുണ്ടായിരുന്നില്ല. മകന്റെ ആഗ്രഹം മണിയൻ കാഞ്ഞാൻ കുഞ്ഞമ്പു നായരെ അറിയിച്ചു. തന്റെ വിശ്വസ്ത ജോലിക്കാരന്റെ മകന്റെ ആഗ്രഹം നടത്തിക്കൊടുക്കാൻ കുഞ്ഞമ്പു നായർ തീരുമാനിച്ചു. കളരിയിൽ പേര് ചോദിക്കുകയാണെങ്കിൽ കുഞ്ഞമ്പു നായരെന്നും തറവാട്ടു പേരായി തന്റെ തറവാട്ടു പേര് പറഞ്ഞോളൂ എന്നും കുഞ്ഞമ്പു നായർ പറഞ്ഞു. അങ്ങനെ പേരും തറവാട്ടു പേരും മാറ്റി പറഞ്ഞ് കാരി 18 കളരിയിലും ചെന്ന് കളരി അഭ്യസിച്ചു. ചോദിയാൻ കളരിയിൽ നിന്നും ആൾമാറാട്ട വിദ്യ കൂടി പഠിച്ച കാരി ഗുരുക്കൾ എന്നറിയപ്പെടാൻ തുടങ്ങി. മന്ത്രവാദ കളരിയിൽ മന്ത്രവാദം നടത്താനുള്ള അനുവാദവും കുഞ്ഞമ്പു നായർ കാരിക്ക് നൽകി. അള്ളടം നാട്ടിലെ തമ്പുരാന്റെ ഭ്രാന്ത് മാറ്റാൻ 6 തവണ വിളിച്ചിട്ടും കുഞ്ഞമ്പു നായർ കാരിയെ പോകാൻ അനുവദിച്ചില്ല. 7ാം തവണ ചെമ്പോല പ്രമാണം അയച്ച അവർ കാരിയെ അയക്കുകയാണെങ്കിൽ പകുതി സ്വത്ത് കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തു. അങ്ങനെ കാരിഗുരുക്കളും ശിഷ്യന്മാരും അള്ളടം നാട്ടിൽ ചെന്ന് തമ്പുരാന്റെ ഭ്രാന്ത് ചികിത്സിച്ച് ഭേദപ്പെടുത്തി. ഭ്രാന്ത് മാറിയപ്പോൾ തമ്പുരാക്കന്മാരുടെ വിധം മാറി. ചെമ്പോല പ്രമാണം പ്രകാരമുള്ള പാതി സ്വത്ത് കൊടുക്കാൻ അവർ തയ്യാറായില്ല. വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്ന തങ്ങളുടെ കാവിലെ പൂജ പുനരാരംഭിക്കുന്നതിനായി പുലിപ്പാലും നരിജടയും കൊണ്ടുതന്ന സ്വത്ത് തരാമെന്നായി തമ്പ്രാക്കന്മാർ. അതു ഞാൻ കൊണ്ടുതരാമെന്ന് പറഞ്ഞ് കാരി വീട്ടിലേക്ക് മടങ്ങി. ആൾമാറാട്ട വിദ്യ സ്വായത്തമാക്കിയിട്ടുള്ള കാരി പുലിവേഷം കെട്ടി കാട്ടിൽ ചെന്ന് പുലിപ്പാലും നരിജടയും കൊണ്ടുവരാൻ തീരുമാനിച്ചു. പുലിവേഷം കെട്ടി തിരിച്ചു വരുന്ന തനിക്ക് തിരിച്ച് മനുഷ്യരൂപം പ്രാപിക്കണമെങ്കിൽ അരിക്കാടി വെള്ളം മുഖത്തൊഴിക്കണമെന്നും അടിമാച്ചിലി കൊണ്ട് അടിക്കണമെന്നും കാരി ശിഷ്യന്മാരോട് പറഞ്ഞെങ്കിലും അവർ നിങ്ങളെ ചതിക്കും, ഞാൻ തന്നെ അത് ചെയ്തോളാമെന്ന് ഭാര്യ കാരിയോട് പറഞ്ഞു. തന്റെ പുലിവേഷം കണ്ടാൽ നീ ഭയപ്പെടുമെന്ന് കാരി ഭാര്യയോട് പറഞ്ഞെങ്കിലും അവളുടെ പിടിവാശിക്ക് മുന്നിൽ കാരിക്ക് വേറെ വഴികളുണ്ടായിരുന്നില്ല. അവൻ മനസ്സോടെ കാട്ടിലേക്ക് യാത്രയായി. പുലിപ്പാലും നരിജടയും കരസ്ഥമാക്കിയ കാരിഗുരുക്കൾ അത് അള്ളടദേശത്തെ തമ്പ്രാക്കന്മാരുടെ പടിക്കൽ വെച്ച് തിരിച്ച് വീട്ടിലേക്കെത്തി. പുലിയായി വന്ന കാരിഗുരുക്കളെ കണ്ട് ഭാര്യയ്ക്ക് ഭയമായി. ചെയ്യാൻ പറഞ്ഞതെല്ലാം മറന്നുപോയ അവൾ വീട്ടിനകത്ത് കയറി കതകടച്ചു. ദേഷ്യം വന്ന കാരിഗുരുക്കൾ പുരപ്പുറത്തുകൂടി അകത്ത് ചാടിക്കിടന്ന് ഭാര്യയുടെ കഴുത്ത് കടിച്ച് ചോര കുടിച്ചു. ഇനി ഒരിക്കലും തനിക്ക് തിരിച്ച് മനുഷ്യരൂപം കൈവരിക്കാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കിയ കാരിഗുരുക്കൾ അവിടെ നിന്നും ഓടി മറഞ്ഞു. ഇതോടെ തമ്പ്രാന് വീണ്ടും ഭ്രാന്ത് പിടിപെട്ടു. കാരിയുടെ ശാപമാണ് ഇതെന്ന് മനസ്സിലാക്കിയ തമ്പ്രാക്കന്മാർ പ്രായശ്ചിത്തമെന്നോണം കാരിഗുരുക്കളുടെ തെയ്യക്കോലം കെട്ടിയാടാൻ ആരംഭിച്ചു. ഇതാണ് പുലിമറഞ്ഞ തൊണ്ടച്ചൻ എന്ന തെയ്യത്തിന്റെ പിന്നിലുള്ള കഥ.